ഹായ് ഫ്രണ്ട്സ്, സേഫ്റ്റി ഫസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് നെബോഷ് ഓപ്പൺ ബുക്ക് എക്സാമിന്റെ ടെക്നിക്കൽ വശങ്ങളെ കുറിച്ചായിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിരുന്നു നെബോഷ് ഓപ്പൺ ബുക്ക് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ട രീതികൾ എങ്ങനെയാണെന്നെല്ലാം ചോദിച്ചിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നിങ്ങളുടെ അടുത്ത് നിന്ന് വളരെ വിശദമായി സംസാരിക്കാൻ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് വിനോദ് സാറാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഫീൽഡിൽ 30 വർഷത്തിലധികം ഓഫ് ഷോർ ഓയിൽ ആൻഡ് ഗ്യാസ് കൺസ്ട്രക്ഷൻ എന്നീ മേഖലകളിൽ പ്രവൃത്തി പരിചയമുള്ള ആളാണ്. അതുപോലെ തന്നെ നെബോഷിന്റെ ലെവൽ 3, ലെവൽ 6 കോഴ്സുകൾ തുടങ്ങി ഒട്ടുമിക്ക സേഫ്റ്റി കോഴ്സുകളുടെയും ഇന്ത്യയിലും വിദേശത്തുമായി ട്രെയിനിങ് എടുക്കുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആരെങ്കിലും ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്കും കൂടി ഷെയർ ചെയ്യുക. Hi students, I do welcome all of you to this video session. എൻ്റെ പേര് വിനോദ്. ഞാൻ നെബോഷിൻ്റെ എല്ലാ തരത്തിലുള്ള, അതായത് നെബോഷിൻ്റെ IGC, IOGC, IDIP ഈ എല്ലാ വേർഷനിലുമുള്ള ട്രെയിനിങ്ങുകളുടെ ട്രെയിനറാണ്. ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവിടെ ട്രെയിനിങ് മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. ഇതിനു മുമ്പ് ഗൾഫിൽ കൺസ്ട്രക്ഷൻ, ഓയിൽ ആൻഡ് ഗ്യാസ്, ഓഫ് ഷോർ എന്നീ മേഖലകളിലൊക്കെ ഞാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നെബോഷിൽ more than 10 years എക്സ്പീരിയൻസ് ഉണ്ട്. പ്രധാനമായും ഞാൻ നിങ്ങളോട് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പലപ്പോഴും പല സ്റ്റുഡൻസും അവരുടേതായിട്ടുള്ള ഒരുപാട് ക്വയറീസ്, അവരുടേതായിട്ടുള്ള ഒരുപാട് ആൻസൈറ്റീസ്, അത് not only related with the Nebosh examination but for their future. ഇങ്ങനെയുള്ള പല ക്വയറീസും പലപ്പോഴായി ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോട്ടും എൻ്റെ പേഴ്സണൽ മൊബൈലിലോട്ടും പലപ്പോഴായി വരാറുണ്ട്. So before clearing your doubts, I would like to tell you at least what is Nebosh and what is the importance of taking this Nebosh certification. If you are not getting this certification, what will be the setback? നെബോഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പാൻഷൻ ഇത്രയാണ്: നാഷണൽ എക്സാമിനേഷൻ ബോർഡ് ഫോർ ഓക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. UK ബേസ്ഡ് കോഴ്സാണ് ഇത്. നിങ്ങൾക്കറിയാമായിരിക്കാം, വേൾഡിലെ ശക്തിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് അമേരിക്കയെ കണ്ടുപിടിക്കുക എന്നൊക്കെ ആയിരിക്കാം. ബട്ട് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിലേറ്റഡ് കാര്യമാണെങ്കിൽ അമേരിക്ക എന്നല്ല, വേൾഡിലെ മറ്റേത് രാജ്യങ്ങളും they are just nothing in front of UK. യുടെ സേഫ്റ്റി അതാണ് മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ഏഷ്യൻ കൺട്രീസിലാണെങ്കിലും യൂറോപ്യൻ കൺട്രീസിൽ മാക്സിമം ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് എല്ലാ അർത്ഥത്തിലും. നെബോഷിന്റെ പലതരത്തിലുള്ള കോഴ്സുകളുണ്ട്. പ്രത്യേകിച്ച് ഈ മേഖലയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സ് എന്ന് പറയുന്നത് നെബോഷ് IGC ആണ്. നെബോഷ് IGCയിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് 3 എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. IGCയുടെ 1, 2 and 3. ഇപ്പോ 2 എക്സാം മാത്രമേ. ഒരെണ്ണം നിങ്ങൾ റിട്ടൺ എക്സാമിനേഷൻ ആണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ സിസ്റ്റത്തിൽ, ലാപ്ടോപ്പിൽ നിങ്ങൾ അത് ടൈപ്പ് ചെയ്ത് നിങ്ങൾ തന്നെ അത് നെബോഷിലോട്ട് അപ്ലോഡ് ചെയ്യണം. എങ്ങനെ, എപ്പോൾ, ടൈം ഡ്യൂറേഷൻ, എവറിഥിങ് ഐ വിൽ ടെൽ യു. സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് IG2 ആണ്. ദാറ്റ് ഈസ് എൻറ്റയർലി എ പ്രോജക്റ്റ്. പ്രോജക്റ്റ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായി നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഓർഗനൈസേഷൻ, നമ്മൾ ഏത് തരത്തിലുള്ള ജോലിയാണ് ചെയ്യുന്നത്, എന്തിന് നമ്മുടെ വീട്ടിലാണെങ്കിൽ, നമ്മൾ നടക്കുന്ന വഴിയിലാണെങ്കിൽ, എല്ലായിടത്തും കാണുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കെല്ലാം സേഫ്റ്റിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഹസാർഡ്. Hazard simply means
ഇറ്റ് ഈസ് കാരണം ഹസാർഡ് എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. മനുഷ്യനോ പ്രോപ്പർട്ടിക്കോ അല്ലെങ്കിൽ അവൻ ജീവിക്കുന്ന അന്തരീക്ഷത്തിനോ എൻവയൺമെന്റിനോ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള എന്തിനേയും വിളിക്കുന്ന പേരാണ് ഹസാർഡ്. പൊട്ടൻഷ്യൽ ടു കോസ് ഹാം എന്ന് അതിനെ നമുക്ക് ചുരുക്കത്തിൽ വിവക്ഷിക്കാം. ഈ ഹസാർഡിനെ ബേസ് ചെയ്തുകൊണ്ട് ഹസാർഡ് റിസ്കിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകട സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഒരു റിസ്ക് അസസ്മെന്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മുടേതായിട്ടുള്ള ആ പ്രോജക്റ്റ് എൻറ്റയർലി പ്രിപ്പയർ ചെയ്തതിന് ശേഷം നിങ്ങൾ എൻറോൾ ചെയ്തിട്ടുള്ള ഏതാണോ കോഴ്സ് പ്രൊവൈഡർ, ആ കോഴ്സ് പ്രൊവൈഡറിന് നിങ്ങൾ നിങ്ങളുടെ പ്രോജക്റ്റ് വർക്ക് സബ്മിറ്റ് ചെയ്യണം. പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം കോഴ്സ് പ്രൊവൈഡർ വിൽ അപ്ലോഡ് ദാറ്റ് ഓൺ ടു Nabosh. ഇതാണ് IG2 എന്ന പേര്. IG1നെ കുറിച്ചാണ് പലപ്പോഴും സ്റ്റുഡൻസ് കൂടുതലായും സംശയങ്ങൾ ചോദിക്കാറ്. പല സംശയങ്ങളുമുണ്ട്. അതിൽ എനിക്ക് പേഴ്സണലി ജെനുവിൻ എന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. Now I will tell in detail about IG1. IG1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി മീൻസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റത്തെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. കാരണം നിങ്ങൾ ഏതൊരു ഓർഗനൈസേഷന്റെ ഭാഗമായി പോയി കഴിഞ്ഞാലും അവിടെ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ റെഗുലേഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് ആധികാരികമായ ഒരു നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഞാനിതിനു മുൻപ് നബോഷ് എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. നിങ്ങളിൽ പലർക്കും നബോഷിന്റെ ഇമ്പോർട്ടൻസ് അറിയാമായിരിക്കാം. ഇല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ അതിനെക്കുറിച്ച് പറയുകയാണ്. ഇന്ന് ഈവൻ സബ്സ്റ്റാൻഡേർഡ് കമ്പനീസ് അവിടെ പോലും ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസറായിട്ട് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നബോഷിന്റെ സർട്ടിഫിക്കേഷൻ മാൻഡേറ്ററിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇപ്പൊ നമ്മുടെ കൊച്ചിയില് വളരെ പ്രസിദ്ധമായ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രോജക്റ്റ് ആയിരുന്നു കൊച്ചി മെട്രോ. അതിന്റെ എല്ലാമായിരുന്ന ശ്രീധരൻ സാറിനെയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ഒരു സേഫ്റ്റി ഓഫീസറായിട്ട് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം ക്രൈറ്റീരിയ നബോഷ് സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നാണ്. ഞാനിത് പറയാൻ കാരണം പലപ്പോഴും സ്റ്റുഡൻസ് കരുതി വെച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസറായിട്ട് ജോലി കിട്ടാൻ നബോഷിന്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ ഗൾഫ് കൺട്രീസിൽ പോയാലോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലോട്ട് പോയാലോ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിലോട്ട് പോയാലോ ഒക്കെ ആവശ്യമുള്ളൂ എന്നാണ്. അങ്ങനെയല്ല. ഇന്ന് ഈ ഫീൽഡിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസറായിട്ട് നമുക്ക് ജോലി ലഭിക്കണം എന്നുണ്ടെങ്കിൽ നബോഷിന്റെ സർട്ടിഫിക്കേഷൻ ഒരു മാൻഡേറ്ററി ആണ്. Okay, I am coming back to IG1. IG1 as I told you, it is related with the health and safety management system. ഈ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിൽ അതിൽ കുറച്ച് മൊഡ്യൂൾസ് ഉണ്ട് ഓരോന്നിനെ സംബന്ധിച്ചു. ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്, മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്താണ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ കൾച്ചറിനെ പുറകോട്ട് വലിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഒരു സൈറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻസിഡന്റ്, അതൊരു ആക്സിഡന്റ് ആയിക്കോട്ടെ, നിയർ മിസ് ആകട്ടെ, ഡേഞ്ചറസ് ഓക്കറൻസ് ആകട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, അങ്ങനെ ഒന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താണ്, എന്തുകൊണ്ടാണ്, ഇങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സുകളെല്ലാം ചേർന്നതാണ് നമ്മുടെ IG1 എന്ന പേര്. ഇതിൽ ഒരു സ്റ്റുഡന്റ് അയാൾ ഓൾറെഡി കോഴ്സ് പ്രൊവൈഡർ ത്രൂ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കൊറോണ കാരണം ക്ലാസ് റൂം ട്രെയിനിങ് സെഷൻ ഇറ്റ് ഈസ് ക്വൈറ്റ് ഇമ്പോസിബിൾ. വി കാൻറ്റ് ഈവൻ ഇമാജിൻ ഇറ്റ്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള വഴി എന്ന് പറയുന്നത് ഓൺലൈൻ ക്ലാസ്സസ് ആണ്. എൻറോൾ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനെ എല്ലാവരെയും കോഴ്സ് പ്രൊവൈഡർ അറിയിക്കും എന്നാണ് ഓൺലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഓൺലൈൻ ക്ലാസ്സിൽ നെബോഷിന്റെ അപ്രൂവ്ഡ് ട്രെയിനർ നിങ്ങൾക്ക് ക്ലാസ് എടുക്കും. ആ ക്ലാസ്സിൽ ട്രെയിനർ നോട്ട്സ് ഉണ്ടാവും, നിങ്ങൾക്കുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, അത് ഏതെല്ലാമാണ്, ഏതെല്ലാം രീതിയിലാണ് പഠിക്കേണ്ടത്, അതാത് സമയങ്ങളിൽ ഓരോരോ സെർട്ടൺ ഇന്റർവെൽ അതിന് അനുസരിച്ച് മോക്ക് എക്സാമിനേഷൻസ് ഉണ്ടാവും. ആ എക്സാമിനേഷൻസിൽ നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങൾ വരുത്തി വെക്കാൻ സാധ്യതയുള്ള ചില പ്രോബ്ലംസ്, അത് എങ്ങനെ ഓവർകം ചെയ്യണം, ഇതെല്ലാം അടങ്ങിയതായിരിക്കും ഓൺലൈൻ ക്ലാസ്. ആ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് എക്സാമിനേഷന് മുമ്പായി പഠിക്കാനുള്ള ഇനഫ് ടൈം യു വിൽ ഗെറ്റ്. So, when you studied the entire topic and when you are 100% confident enough, you are going for the written examination. Written examination നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങളുടെ ലാപ്ടോപ്പിൽ ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് ആൻ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ. ഇതിന്റെ സമയപരിധി നെബോഷ് തിയറിറ്റിക്കലി പറയുന്നത് 3 to 4 hours കൊണ്ട് തീർക്കാം എന്നാണ്. പക്ഷേ ഫോർച്യുനേറ്റ്ലി നിങ്ങൾക്ക് 24 hours, I mean 1 day നിങ്ങൾക്ക് കിട്ടും. ഇന്ത്യൻ ടൈം 1:30 PM വരെയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഓപ്പൺ ചെയ്താൽ ഉടനെ ക്വസ്റ്റ്യൻ പേപ്പർ വരും. ആ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് നിങ്ങൾക്ക് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ദിവസമുണ്ട് 24 മണിക്കൂർ. ഈ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്താൽ പോരാ, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ വർക്ക് നിങ്ങൾ തന്നെ നെബോഷിലോട്ട് ഡയറക്റ്റ്ലി അപ്ലോഡ് ചെയ്തിരിക്കണം. ഈ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ചില പ്രോബ്ലംസ് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം ഓരോ സ്റ്റുഡന്റും കരുതുന്നത് ഇന്ന് 1:30 PM എക്സാം സ്റ്റാർട്ട് ചെയ്തു, നാളെ 1:30 PM വരെ എനിക്ക് സമയമുണ്ട്, എന്നിട്ട് അപ്ലോഡ് ചെയ്താൽ മതി എന്ന്. അങ്ങനെയല്ല. ഇന്ന് 1:30 PM എക്സാം സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ എൻറ്റയർ എക്സാമിനേഷൻ 10 ചോദ്യങ്ങളുണ്ട്, 10 എണ്ണത്തിൽ നിങ്ങൾ ഉത്തരം എഴുതിയിട്ടുള്ള നിങ്ങളുടെ ആയിട്ടുള്ള ആ പേപ്പർ നാളെ 1:30 PM അപ്ലോഡ് ചെയ്തിരിക്കണം. അതായത് നിങ്ങൾ നെക്സ്റ്റ് ഡേ ബൈ 12, അറ്റ്ലീസ്റ്റ് ബൈ 12:30 PM നിങ്ങളുടെ എൻറ്റയർ എക്സാമിനേഷൻ കംപ്ലീറ്റ് ആയിരിക്കണം. കാരണം അറ്റ്ലീസ്റ്റ് 1 hour നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. ലാസ്റ്റ് മൂമെന്റിൽ നിങ്ങൾ ചെന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ സിസ്റ്റം ഓക്കെ ആവില്ല, പല ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ഇത് ഓൾറെഡി സ്റ്റുഡൻസ് ഫേസ് ചെയ്ത പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഒരിക്കലും 1:30 വരെ വെയിറ്റ് ചെയ്യാതെ 11:30 or 12 or 12:30 വരെ നിങ്ങൾ നിങ്ങളുടെ എക്സാമിനേഷന്റെ ആ മണിക്കൂരയിൽ ഇരുന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് 1 hour you will leave for uploading your work. ഇനി എക്സാമിന്റെ കാര്യത്തെ കുറിച്ച് ഞാൻ പറയാം. 10 ക്വസ്റ്റ്യൻസ് ആണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ടോട്ടൽ 100 മാർക്സ് ആണ്. നിങ്ങളുടെ പാസ് മാർക്ക് 45%. 145% എന്ന് പറഞ്ഞാൽ 100-ൽ 45 മാർക്ക് നിങ്ങൾക്ക് കിട്ടണം. നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള, സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ട വിധം നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള, ട്രെയിനർ നോട്ട് നല്ലപോലെ പഠിച്ചിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന് എക്സാമിനേഷൻ പാസ്സാവുക എന്ന് പറഞ്ഞാൽ ഒരു വിഷമമുള്ള കാര്യമല്ല. പക്ഷേ ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് വെരി വെരി സിമ്പിൾ. എക്സാമിനേഷന്റെ പേര് നെബോഷ് IGC എന്നാണ്. അതുകൊണ്ട് തന്നെ അത് അർഹിക്കുന്ന ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. ഓരോ എക്സാമിനേഷന്റെയും ഐ മീൻ IG1 എക്സാമിന്റെ 10 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ ഓപ്പൺ ബുക്ക് എക്സാം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ 10 ചോദ്യങ്ങൾക്ക് മുൻപായി ഒരു സിനാരിയോ കൊടുത്തിട്ടുണ്ടാവും. സിനാരിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നിങ്ങളുടെ സ്കൂൾ ഡേയ്സിൽ പല എക്സാമിനേഷന് മുമ്പായി
ഒരു സിറ്റുവേഷൻ ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും. ആ സിറ്റുവേഷൻ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക. Based on that situation, the question will be asked. So what could be the answer? That also related with that scenario, that situation. ഇവിടെയും അതുതന്നെയാണ്. ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നെബോഷിലെ IG1 സിലബസ് അനുസരിച്ച് നമ്മൾ ആൻസർ കൊടുക്കണം എന്നുള്ളത് ഒരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ സിറ്റുവേഷനെ സിനാരിയോയെ ബേസ് ചെയ്തുകൊണ്ട് കൂടി ആയിരിക്കണം. നിങ്ങളിപ്പോൾ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാത്തവരായതുകൊണ്ട്, ചിലപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകാം. അല്ലാത്തവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലാവും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറയാം. ആക്സിഡന്റ് എന്ന് നിങ്ങൾ എന്തായാലും കേട്ട് കാണും. നമ്മൾ ജോലി ചെയ്യുന്ന വർക്ക് പ്ലേസിൽ, നമ്മുടെ ഓർഗനൈസേഷൻ, നമ്മുടെ പ്രോജക്റ്റ്, നമ്മുടെ സൈറ്റിൽ ഏത് തരത്തിലുള്ള ഒരു ആക്സിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാലും ആ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് മാൻഡേറ്ററി ആണ്, നിർബന്ധമാണ്. പല കാരണങ്ങളുണ്ട്. പല കാരണങ്ങൾ കൊണ്ടാണ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. ഒരു സൈറ്റിൽ, ഒരു പ്രോജക്റ്റിൽ, അതായത് നമ്മുടെ വർക്ക് പ്ലേസിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്ന് പറയുന്ന കാര്യം ഒരു സേഫ്റ്റി പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം 100% നെസസറിയാണ്. നമ്മുടെ സിലബസിൽ ഒരു 10 മാർക്കിന് ചോദ്യം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വാട്ട് ആർ ദ റീസൺസ് ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ആക്സിഡന്റ്സ് അറ്റ് വർക്ക് പ്ലേസ്? അതിന് പല കാരണങ്ങളുണ്ട്. അതിലത്തെ ഒരു കാരണമാണ് ഇറ്റ് ഈസ് എ ലീഗൽ റിക്വയർമെന്റ്, നിയമപരമായ ബാധ്യത കൂടിയാണ്. ഇവിടെ ഒരു സ്റ്റുഡന്റ് IG1 നല്ല രീതിയിൽ പഠിച്ച സ്റ്റുഡന്റ് തന്നെയാണ്. അയാൾ 10-12 കാരണങ്ങൾ, ഇൻവെസ്റ്റിഗേഷൻ എന്തിന് നടത്തുന്നു എന്നതിന്റെ കാരണങ്ങൾ ഈ 10-12 എഴുതി കഴിഞ്ഞാൽ ഒരാൾക്കും ഒരു പ്രൊഫഷണൽ ബോഡിക്കും അത് ഇൻകറക്റ്റ് ആണ് എന്ന് പറയാൻ കഴിയില്ല, ഇൻക്ലൂഡിംഗ് നെബോഷ്. ബട്ട് ഇവിടെയുള്ള ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ക്വസ്റ്റ്യൻസിന് മുമ്പ് ഒരു സിനാരിയോ ഉണ്ടാകുമെന്ന്. ഫോർ എക്സാമ്പിൾ, ആ സിനാരിയോ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് ആൻ എക്സാമ്പിൾ ഐ ആം ടെല്ലിങ് യു. ആ ഒരു സിനാരിയോയെ കുറിച്ച് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ഒരു പുതുതായി ന്യൂലി ജോയിൻഡ് സേഫ്റ്റി ഓഫീസർ ഓർ സേഫ്റ്റി അഡ്വൈസർ ഇൻ എ കൺസ്ട്രക്ഷൻ സൈറ്റ്. ഇനി ആ കൺസ്ട്രക്ഷൻ സൈറ്റിൽ അപ്രോക്സിമേറ്റ്ലി ഇത്രയും സ്റ്റാഫ് ഉണ്ട്. ആ കൺസ്ട്രക്ഷൻ സൈറ്റിലെ മെയിൻ ആക്ടിവിറ്റീസ് സോൺസോ ഒക്കെയാണ്. അവിടെ ഒരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ധാരാളം വെഹിക്കിൾസ് വരുന്നു, പോകുന്നു. ഒരു ദിവസം ഒരു വെഹിക്കിൾ പാർക്കിംഗ് ഏരിയയിൽ നിന്നും പുറത്തോട്ട് എടുക്കുന്ന നേരത്ത് ഒരു ചെറിയ ഇൻസിഡന്റ് ഉണ്ടായി. അതിനെ പോകുന്ന ഒരു സ്റ്റാഫ്, നമുക്കൊരു വർക്കർ എന്നോ എന്ത് വേണമെങ്കിൽ വിളിക്കാം, അയാൾ ജസ്റ്റ് ആ വെഹിക്കിൾ വന്ന് ഹിറ്റ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ഹിറ്റ് ചെയ്തില്ല. അതിന്റെ പേരിൽ ആ ഡ്രൈവറും ആ സ്റ്റാഫും തമ്മിലൊരു ചെറിയ ഡിസ്പ്യൂട്ട് തന്നെ അവിടെ ഉണ്ടാകും. അതായത് അപകടം സംഭവിച്ചില്ല, അപകടം സംഭവിക്കാമായിരുന്നു. നമ്മുടെ സേഫ്റ്റി ടീമിൽ അതിനെ വിളിക്കുന്ന പേരാണ് നിയർ മിസ് എന്ന്. അതായത് ജസ്റ്റ് നാരോലി എസ്കേപ്ഡ്. അതും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. എന്താ കാരണം? നാളെ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകരുത്. നാളെ ഉണ്ടാകുന്ന ഇൻസിഡന്റ് വേണമെങ്കിൽ ഹിറ്റ് ചെയ്യാം. അപ്പോ ആ ആക്സിഡന്റ് അങ്ങനെയുള്ളൊരു സിനാരിയോ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് കുറച്ച് പറഞ്ഞതേ ഉള്ളൂ, കുറച്ച് കൂടുതലുള്ള സിനാരിയോ. എന്തുകൊണ്ടാണ് അങ്ങനെ ജസ്റ്റ് ഹിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായത്? അവിടെ ആഡിക്വേറ്റ് ലൈറ്റിംഗ് ഇല്ലായിരുന്നു. അവിടെ ആക്സിഡന്റ് പലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ടാണ്? അവിടുത്തെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചർ എന്താണ്? അവിടുത്തെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്? ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആണ്, ഒരു സിനാരിയോ ആണ്. Now I am coming to a particular question, and that question is,
വാട്ട് ആർ ദ റീസൺസ് ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ആക്സിഡൻസ്. സ്റ്റുഡൻസിന് അതിന്റെ ആൻസർ അറിയാം, കാരണം അവർ IG1 നല്ലപോലെ പഠിച്ചിട്ടുണ്ട്. അവർക്ക് 10-12 റീസൺസ് ഉണ്ട്, അതെല്ലാം അവർക്ക് അറിയാം. അവരത് ഒരു മടിയും കൂടാതെ, ഒരു പേടിയും കൂടാതെ അവർക്ക് അത് അവരുടെ ആൻസർ ഷീറ്റിലോട് എഴുതി വെക്കാൻ കഴിയുന്നവരാണ്. നെബോഷന് അത് വേണം. ബട്ട് ഐ വുഡ് ലൈക്ക് ടു റിമൈൻഡ് യു, നെബോഷന് അത് മാത്രം പോരാ. ഈ സിറ്റുവേഷനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മുടെ ഈ ആൻസറിൽ വേണം. സിറ്റുവേഷനെ കുറിച്ച് എന്താണ് അപ്പോൾ അവിടെ മെൻഷൻ ചെയ്യേണ്ടത്? ഈ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ഇന്നതിനൊക്കെയാണ് നടത്തുന്നത് എന്ന് എഴുതുന്നതോടൊപ്പം തന്നെ ഈ വർക്ക് സൈറ്റിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു വർക്ക് സൈറ്റിൽ ഇങ്ങനെയൊക്കെയുള്ള ഇൻസിഡന്റുകൾക്ക് സാഹചര്യമുണ്ട്, ചാൻസസ് ഉണ്ട് എന്നും കൂടെ നമ്മളൊന്ന് എഴുതി വെക്കണം. നമുക്ക് ഉദാഹരണം പോലും എഴുതാം. ഒരു കാറ് റിവേഴ്സിലോട്ട് എടുക്കുന്നു, ആ സമയത്ത് അലക്ഷ്യമായി നടന്നു വരുന്ന ഒരാളെ അത് ഇടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള 1-2 എക്സാമ്പിൾസ് കൂടെ ആകുമ്പോൾ എന്തായി നമ്മൾ ആ സിനാരിയോ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി അതിനുശേഷം ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷന്റെ റീസൺസ് എന്താണോ അത് എഴുതുകയും ചെയ്യും. ഇതാണ് നെബോഷ് ആഗ്രഹിക്കുന്നത്. കാരണം നെബോഷിന് വേണ്ടത് ജസ്റ്റ് ഒരു ബുക്ക് വേമിനെയല്ല, ഒരു പുസ്തക പുഴുവിനെയല്ല, കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ഒരു ബ്രൈറ്റ് കാൻഡിഡേറ്റിനെയാണ്. കാരണം നമ്മൾ വർക്ക് പ്ലേസിൽ പോകുന്നത് എന്തിനാണ്? ടു സേവ് സംബഡീസ് ലൈഫ്. To save somebody's life means, first and foremost thing, personal safety is, self-safety is number one. If I am safe enough, then only I can save somebody's life, right? അങ്ങനെ എനിക്ക് എൻ്റെ ലൈഫ് വളരെ സെക്യൂറായി വളരെ സേഫായി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും തിയറിറ്റിക്കലും പ്രാക്ടിക്കലും ആയ നോളജ് അത്യന്താപേക്ഷിതമാണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നെബോഷ് IGCയിലൂടെ പഠിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ നേടുന്നത്. ഒന്ന്, ഇന്ന് ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു ജോലി നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിലും ഈ സർട്ടിഫിക്കേഷൻ മാൻഡറ്ററി ആണ്. ആ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. 2, ഞാൻ ചുമ്മാ കുത്തിയിരുന്ന് എന്തൊക്കെയോ കുറെ ആൻസർ പഠിച്ചു, അങ്ങനെ ഒരു സ്റ്റുഡന്റ് അല്ല ഞാൻ. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചവരാണ്. ഏതൊരു ഓർഗനൈസേഷന്റെ മുന്നിലും നമ്മൾ ഫസ്റ്റ് ഡേ ഇന്റർവ്യൂവിന് പോയിരിക്കുന്ന നേരത്ത് അവിടെയും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആണ്, നമുക്കതിന് ആൻസർ കൊടുക്കാൻ സാധിക്കും അല്ലെ? അങ്ങനെയല്ലേ? അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ IGCയിലെ IG1 ആ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പായി സ്റ്റുഡൻസ് അത്യന്താപേക്ഷിതമായി ചെയ്യേണ്ട 2-3 കാര്യങ്ങളാണ്. ഒന്ന്, അവരുടെ ഓൺലൈൻ ക്ലാസ്സസ് മിസ് ചെയ്യാതെ വളരെയധികം ഇമ്പോർട്ടൻസ് അതിന് കൊടുത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. 2, ട്രെയിനർ നോട്ട്സ് ആണെങ്കിലും ക്ലാസ് റൂമിൽ എടുക്കുന്ന ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് എക്സാമിനേഷൻസ് ആണെങ്കിലും അതൊരു ലാസ്റ്റ് എക്സാമിനേഷന് അത്രയും ഇമ്പോർട്ടൻസ് അതിന് കൊടുത്തുകൊണ്ട് ആ എക്സാം അറ്റൻഡ് ചെയ്യുക. ട്രെയിനർ നോട്ട്സ്, സ്റ്റഡി മെറ്റീരിയൽസ്, അതായത് ടെക്സ്റ്റ് ബുക്കുകളെല്ലാം ഉണ്ട്, നല്ല പോലെ പഠിക്കുക. ഇതിനെല്ലാം സമയമുണ്ട്, ഒരു പ്രശ്നവും ഇല്ലാതെ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പായി നിങ്ങൾക്ക് ഇനഫ് ടൈം ഫോർ വാട്ട്? ടു സ്റ്റഡി to get 100% confidence. We will get that time period. That we will make sure that കോഴ്സ് പ്രൊവൈഡർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്വമുണ്ട്. അത് ഞങ്ങൾ മേക്ക് ഷുവർ ചെയ്യും. അതിനുശേഷമാണ് നിങ്ങൾ എക്സാം ഹോളിലോട്ട് പോവുക എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തന്നെ വീടാണ്, നിങ്ങളുടെ തന്നെ വീടോ നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് കൺവീനിയന്റ് ആയിട്ട് അവിടെ. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ കയ്യിൽ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം, ഒരു ലാപ്ടോപ്പോ കാര്യങ്ങളോ. അതിൽ നിങ്ങൾ എക്സാമിനേഷൻ എഴുതുന്നു. ഓരോ ചോദ്യം 10 ചോദ്യങ്ങളാണ്, ടോട്ടൽ മാർക്ക് 100 ആണ്.
പാസ് മാർക്ക് 45 ആണ്. സാധാരണഗതിയിൽ ഓരോ ചോദ്യങ്ങളും 10 മാർക്കിൻ്റെതാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി. വേണമെങ്കിൽ ഒരു ചോദ്യം 5 മാർക്കിന്റെയും അടുത്ത ചോദ്യം 15 മാർക്കിന്റെയും ആകാം. പക്ഷെ ഒരു സാധാരണഗതിയിൽ നമുക്ക് 10 മാർക്കിന്റെ എന്ന രീതിയിലായിരിക്കും മാക്സിമം ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. മാക്സിമം ക്വസ്റ്റ്യൻസും ചോദിക്കുന്നതും ഈ സിനാരിയോ ബേസിസ് ആയിരിക്കും. ഒറ്റ കാര്യമേ ചെയ്യുള്ളൂ, മൈൻഡ് 100% കോൺസെൻട്രേറ്റ് ചെയ്യുക. ആ സിനാരിയോ നല്ല പോലെ വളരെ അർഹിക്കുന്ന ഇമ്പോർട്ടൻസോടുകൂടി മനസ്സിലാക്കുക. Then you go for your answer. അവിടെ പിന്നെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇതിന് മുൻപിലത്തെ IGCയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ വേറൊരു വ്യത്യാസം ഉള്ളത്, ഇതിന് വേർഡ് കൗണ്ടിങ്ങിന്റെ ലിമിറ്റ് ഉണ്ട്. 3000 വേർഡ്സ് ആണ് മാക്സിമം. 3000 വാക്കുകൾ, വേർഡുകളാണ് 10 ചോദ്യങ്ങളുടെയും നമ്മുടെ എൻറ്റയർ ആൻസർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് 3000-ന് ഉള്ളിൽ നിൽക്കുന്നതായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒരു ജസ്റ്റ് അപ്രോക്സിമേറ്റ് നമുക്ക് ഒരു ഐഡിയ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ചോദ്യത്തിന് ഏതാണ്ട് ഒരു 300 വേർഡ്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഒരു ചോദ്യത്തിന് 300 അങ്ങനെയൊന്നും ഇല്ല. ടോട്ടൽ 10 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 3000-ന് ഉള്ളിൽ നിൽക്കണം. ഒരു 2600, 700, 800 ഒക്കെ ആയിട്ടുള്ള വേർഡ് ലിമിറ്റ് വളരെയധികം സ്യൂട്ടബിൾ ആണ്. വളരെ നല്ല രീതിയിലുള്ള ഒരു ആൻസർ. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ച് എൻ്റെ സ്റ്റുഡൻസിനെയും എൻ്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന കോഡുകളുടെയും ക്വയറീസിനെയും ബേസ് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. I hope I covered all the queries and I explained everything. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ക്വയറീസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ബന്ധപ്പെടാവുന്നതാണ്. So I wish you all very good luck and best wishes. Thank you.